മുമ്പായിട്ട് നോർത്ത് ആംഗിളിൽ ഒരു കൂട്ടുകാരനുണ്ടായി, മൈക്കിൾ ട്രെവറിനും ഒരു കൂട്ടുകാരനുണ്ടായി, അതായത് ബ്രിട്ട് പറഞ്ഞിട്ട്. സോ അതാരാണ് നമുക്ക് നോക്കാൻ കഴിയും. ഒരു ഗൗഡ എല്ലാരും പെട്ടെന്ന് മാറി കാറിൽ കയറാൻ നോക്ക് പെട്ടെന്ന്. അവരുടെ തൊള്ള പോലെ തന്നെ ആയി. പോലീസുകാരുടെ ബാക്കിൽ വീണ്ടും നിക്കാതെ വിട്ടോ. ചപ്പില്ല ബാക്കി. എല്ലാവർക്കും സേഫ് അല്ലേ? എല്ലാവരും സേഫ് അല്ലേ? സെറ്റ് അല്ലേ? പെട്ടെന്ന് എണീക്കാൻ നോക്കി നോക്കിക്കല്ലേ. മൈക്കിളെ സെറ്റല്ലേ? ബ്രിട്ടോ സെറ്റല്ലേ? ബ്രിട്ടോ എടാ എന്താ എണീക്കടാ. എടാ എണീക്ക്. എടാ നോക്കിക്കലവിടുന്ന് വിട്ടോ. ഇതിനൊക്കെ നിനക്കുള്ള പ്രതികാരമായിട്ട് ഞാൻ വീണ്ടും വരും. നീയൊക്കെ കാത്തിട്ട് നടത്തേണ്ടി. നിനക്ക് വേണ്ടി എനിക്ക് ഇത് ചെയ്തേ പറ്റൂ. ഇനി ഒരു മറ്റേ പേരിൽ മറ്റൊരു നാട്ടിൽ എനിക്ക് ജീവിക്കണം. എവിടെങ്കിലും വെച്ച് നിന്നെ കണ്ടുമുട്ടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നോർത്ത് ആംഗിളിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. മക്കളെ, ഞമ്മൾക്ക് ഇനി പിരിയാം. എല്ലാം ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ മൈക്കിളിന്. അങ്ങനെ നോർത്ത് ആംഗിളത്തെ കഥ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോസ് ആൻഡോസിലെ കഥ. സോ ഗൈസ്, ഇതിന്റെ പാർട്ട് 1 വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണുക ഗൈസ്. ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏതായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിന്റെ മകൻ ജെയിംസ് അവൻ ഒരു നല്ല കുട്ടിയല്ലേ? ഞാൻ ന്യൂസ് കണ്ടോണ്ടിരിക്കല്ലേ. ഇനി മേലിൽ നിന്റെ ഈ സാമാനത്തിന്റെ ഒച്ച വെളിയിൽ കേട്ടാ അവന്റെ ഒരു ബ്രഹന്തളിപ്പ്. നല്ല കുട്ടി, നല്ല കുട്ടിയാണ്. എന്തുകൊണ്ട്, എന്ത് കണ്ടിട്ടാണ് ഞാൻ അവനെ നല്ലവനെന്ന് വിളിക്കേണ്ടത്? ഇല്ല, അവർ പകൽ മുഴുവൻ അവിടെ ചതഞ്ഞിരുന്ന് കഞ്ചാവും വലിച്ച ആ നശിച്ച വീഡിയോ ഗെയിമും കളിച്ച് സമയം കളയുകയാണ്. ഇതാണോ നല്ല കുട്ടി? അപ്പോൾ നിങ്ങളോ? നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. അപ്പോൾ ഞാനോ എന്നോ? ഹേയ്, ആ പയ്യനുള്ളത് പോലെ തന്നെ ആനുകൂല്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അവന്റെ പ്രായമായപ്പോഴേക്കും ഞാൻ 2 തവണ ജയിലിൽ പോയിരിക്കുന്നു. വെൽക്കം ഹോം. ബാങ്കുകൾ കൊള്ളയടിച്ചു, വേഷവൃത്തി നടത്തി, ലഹരി മരുന്ന് കടത്തി. നിങ്ങൾ ഇവയെ നേരങ്ങളായാണ് കരുതുന്നത്. എനിക്ക് ലഭിച്ച അവസരങ്ങൾ ഇതൊക്കെയായിരുന്നു. പണം ഉണ്ടാക്കാൻ ഒരേ ഒരു വഴി. ഈ അവസരങ്ങൾ നിന്നെ എവിടെയാണ് എത്തിച്ചത് മൈക്കിൾ? ഇവ പ്രതീക്ഷിക്കാണ്ട് എന്തെല്ലോ കളിക്കുന്നു. അവനെ ശരിയായ ഇടത്തേക്ക് എത്തിച്ചു. Fuck you. ഇതോടെ എല്ലാം അവസാനിച്ചു. ഒരു വലിയ വീടും ഒന്നിനും കൊള്ളാത്തൊരു കുട്ടിയുമായി. പിന്നെ എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടി വരുന്നു, കാരണം വേറെ ആർക്കും ഇതിലൊരു താല്പര്യവുമില്ല. ഓ, ഞാൻ സ്വപ്നതുല്യമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. മലരെ, മനസ്സിനുള്ളിലുള്ളതെല്ലാം പുറത്തെടുക്കൂ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ മൈക്കിൾ, എന്നത്തേക്ക് ഇത്ര ഉള്ള സമയം? ഇനിയിപ്പോ സമയം ഏതായാലും കഴിഞ്ഞു. പറയാനുള്ളതൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. നീ പിന്നീട് കാണാം. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇഷ്ടപ്പെടുന്നില്ല അതെ എന്ന് കരുതുന്നു. ഓ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഈ പരിപാടികളും തെറാപ്പി എനിക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. ശരിയെല്ലാം വ്യക്തമാണ്. ഫലമില്ല എന്ന തോന്നൽ ഈ പ്രക്രിയയുടെ പ്രധാന ഭാഗമാണ്. അതിനെ നിങ്ങൾ സ്വീകരിക്കൂ. നിങ്ങൾ പറയുന്ന പോലെ ആകട്ടെ ഡോക്ടർ. അപ്പൊ എന്തൊരു സുഗന്ധം. എടാ, നീ നമുക്ക് ഈ അമേരിക്കൻ വിളക്കം Los Angeles.
ഈടെ പൊട്ട ലാമറ, നീ വിഡ്ഢിത്തരം പറയല്ലേ. നമുക്ക് വന്ന പണി നോക്കുക. അയാൾ ഹൗസിന്റെ പേര് ബ്രോട്ടസ് ബീച്ച് ഹൗസ് എന്നാണ്. ഓക്കെ ഇവിടെ ആണ് നിൽക്കുന്നത്. എക്സ്ക്യൂസ് മീ ബ്രോ, ഈ ബ്രോട്ടസ് ബീച്ച് ഹൗസ് എവിടെയാണ്? എനിക്ക് പറഞ്ഞിടാമോ? ഇല്ല മോനെ, എനിക്കറിയില്ല. പക്ഷെ ലാമറ ഒന്ന് വന്ന എന്താണ് മിസ്റ്റർ പോലെ അവിടെ നിൽക്ക്. ആ ബോട്ടസ് ഫീസ് ഹൗസ് അല്ലേ? അത് അവിടെ കാണുന്ന ആ മഞ്ഞ വീട് ഉണ്ടല്ലോ, അവിടെയാണ്. അത് അപ്പുറം അവിടെ. ഡാൻസ് എന്നാ ഉപകരണം കണ്ടോടാ, ഇതാണ് മര്യാദ. ഒന്ന് പോണപ്പാ അവന്റെ ഒരു മര്യാദ. എനിക്ക് വേണമെങ്കിൽ വീട്ടുകാരോട് ചോദിച്ചല്ലോ അങ്ങനെ ഒരു മര്യാദ കാണിക്കണ്ടെങ്കിൽ. എടാ നീ ഒന്ന് മനസ്സിലാക്കി, നമ്മളിവിടെ വണ്ടി മോഷ്ടിക്കാനാണ് വന്നത്, അല്ലാണ്ട് നമ്മള് ഇവിടെ കള്ളക്കടത്തെടുത്താൻ വന്നതല്ല. ഇതൊന്ന് മനസ്സിലാക്കി ജി. ഇതൊരു മാന്യമായ മിസ്സസ് ആണ്, ഇല്ലീഗൽ മിസ്സസ് മോനെ. മാന്യം? എന്ത് മാന്യം? ഓ ആൾക്കാരെ അറിയിച്ചുകൊണ്ടുള്ള മാന്യം. ആ നല്ലതാണ്, നല്ല പരിപാടിയാണ്. അപ്പൊ നീ അത് മറന്നുപോയില്ലേ? അയച്ചിടാനൂറ്റി പെൻഷൻ പ്ലാനും ടാക്സ് റിസൾട്ടോ കേവലാന്തസുള്ള പരിപാടി. ആ അത് വാ, നമുക്ക് ഏതെല്ലാം എന്താ ചെയ്യേണ്ടത് ചെയ്യാം. അത് വന്നാ പണി നോക്കുക. അവന്റെ ഒരു ടാക്സും മറ്റും വല്ലാത്ത ഓർപ്പിക്കുക. നല്ല വീടില്ലേ, ഏതാ നല്ല കുളിർമയുള്ള വീട്. ഓ ഇവിടെ ലോക്കുണ്ടോ? പണ്ടാറൊക്കെ ആ ലോക്ക് കേറണ അങ്ങോട്ട് നോക്കിക്കാതെ അവന്റെ ഒരു വരട്ട. ഇത് പണ്ട് ഇതൊരു ഡോക്ടറിന്റെ വീടാണെന്നൊക്കെ കേട്ടു. വേഗം നടക്ക്, വേഗം നടക്കുക. എടാ അവിടെ കാറുണ്ടോ? എടാ ഓ റെഡ് കാറോ? എടാ ഇത് ഞാൻ എടുത്തിട്ടാ പൊട്ടം പാസ്റ്റ് ബൈൻ്റെ ബൈ. ഇടാ കാർ ഞടുക്ക വെച്ചത് തേന്തി നാ പുറത്തെടുക്ക. എടാ ഈ കാറ് കൊള്ളാട്ടോ, ഇത് നമുക്ക് എടുത്താൽ അടിപൊളി കാറാണേ. ഒരു കോഴിക്ക് നമ്മൾ കൊടുക്കോ? ഇത് നൈസ്. അവന്റെ ഒരു ഓഞ്ഞ ചിരി നിർത്തി പോടത്തേണ്ടി. ധൈര്യം ഉണ്ട് വേടാ. എന്നെ ചിരിയുടെ കുറ്റം പറയുന്നതാ, ധൈര്യം എന്നെ പിടിച്ചു കാക്കള. എടാ ഒന്ന് പതുക്കെ പോടാ, പതുക്കെ പോടാ. അതിനിടയ്ക്ക് കോൾ വിളിക്കുന്നത്. ഇവിടെ വണ്ടി ഒന്ന് കേടെടുത്തിട്ട് പതുക്കെ പോവാൻ നോക്ക്. ഇവിടെ ഇടിപ്പിച്ചല്ലേ, നല്ല രീതിയിൽ കൊണ്ടാൻ നോക്ക്. സിമിയാണ് കൊടുക്കാനുള്ള കാറാണിത്. വെറുതെ 1 കോടി വെറുതെ നഷ്ടപ്പെടുത്തണം. ലാമറിനൊന്ന് പിടിച്ചിട്ട് ബാക്കിയല്ലോ. ഓ നല്ല ലാമറ ഞാൻ കാണിച്ചിടാ. തെണ്ടി ഇടയെ കൂടെ ഇട്ടിട്ട് കളിയാക്കുന്നോ? അടിപൊളി വീണിലടിച്ച് നിനക്ക് കിട്ടിയ പാഠം പഠിപ്പിക്കണ്ടടാ. ഞാൻ ബാക്കിലുണ്ട്, ഞാൻ ബാക്കിലുണ്ടടാ തെണ്ടി. ഞാൻ കടക്കട തെണ്ടി, നീ മുമ്പ് പോടാ. ഞാൻ വരുന്നുണ്ടടാ, ഞാൻ ബാക്കിലുണ്ട്. ആ വീട് ആ മൂഞ്ചി ശരിയെന്നാ. ആദ്യം നീ മേലേക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണ, എന്നിട്ട് പോഴെ എന്നെ പിടിക്കുകയും ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യാം. തീയതിയല്ലോ മൊത്തം നാണക്കേട്. മാണം കെടുക, മാണം കേഴണം, അതാണ് എനിക്ക് വേണ്ടത്. ഇനി എത്ര വസ്തു തെറ്റിച്ചല്ല, നേരെ വളഞ്ഞു വീഴുള്ളൂ. നേരെ വള എന്നിട്ട് വരെ എന്നെ തോൽപ്പിക്കും. അവിടെ അത്രയുള്ളൂ. ധൈര്യം എന്നെ മുന്നേറി ഞാൻ ഒഴി കേടാ. സോ ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കാൻ പോറ ഗൈസ്. ഇന്ന് ജയിച്ചിട്ട് തന്നെ ബാക്കി കാര്യമില്ല ഗൈസ്. ലാമറ ഏതായാലും മുന്നേ പോകുന്നുണ്ട്. സോ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ്, ലൈക്ക് അടിച്ചേക്കുക. സോ അവൻ ഏതായാലും 1 കോടി റുപ്യ തരാന്ന് പറഞ്ഞോ. അതായത് അവൻ്റെ കാറിൻ്റെ പൈസ എനിക്ക് തരാന്ന് പറഞ്ഞ് 2 കാറിൻ്റെ പൈസ 2 കോടി. ഒരു കോടി മര്യാദയ്ക്ക് തന്നോണ്ട്, ഇല്ലെങ്കിലുണ്ടല്ലോ ലാമറ എടുത്തിട്ട് അടിക്കും ഞാൻ. എടാ ഞാൻ ജയിക്കാൻ പോവാടാ, മാറടാ അവിടുന്ന്. ഓക്കെ മുമ്പ് കിടന്ന് അത്രേ ഉള്ളൂ. സോ ലൈക്ക് അടിക്കുക, പോടാ ലാമറ അവിടുന്ന്. ജയിച്ച്. സോ ലൈക്ക് അടിക്കുക, എത്ര ഉള്ളൂ. അല്ല ലാമർ പോടാ. ഐവേറി മോനെ ലാമറ, നിനക്ക് ഒരിക്കലും ഇത് ജയിക്കാൻ കഴിയത്തില്ലേ? നേരത്തെ പറഞ്ഞ ഇവിടെ ഞാൻ ജയിക്കും പറഞ്ഞു. ഞാൻ അങ്ങനെ കാരണം പറഞ്ഞു തീർന്നോ? എനിക്ക് അതാണല്ല പണി. എന്താണ് പെറുവർക്ക് ഇങ്ങനെ പട്ടച്ചോല പോലീസുടെ വണ്ടി എടുത്തിടാ. ലാമറ ഒറ്റക്കാക്കല്ലടാ. സാറേ നിക്കാൻ ടൈമില്ല, പിന്നെ നോക്കാം. അല്ല പിന്നെ സോ നമുക്ക് ഏതായാലും പോലീസിനെ ഒഴിവാക്കണം, നല്ലോണം നമുക്ക് അപ്പുറത്ത് പോയാലോ. ഓക്കെ ഇടിച്ച് നിരത്തി പോകാൻ, അല്ലാണ്ട് തമ്പടോടി സ്റ്റക്ക് അയക്കാം. ഓക്കെ പോലീസ് ഏതായാലും നമ്മളെ കണ്ടിട്ടില്ല. പണി ഇബിൽ വേണമെങ്കിൽ കോള് വിളിച്ചാലും പണിയാടേ. ഓക്കെ പോലീസ് പോയി, അത് മതിയടാ. ഇവിടെ വണ്ടി പിടിക്കുക ശരിയെന്ന് നോക്കി ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നേരെ സിമിയോണ്ട് അങ്ങോട്ട് വെച്ച് പിടിക്കണം. 1 കോടി തരാന്നാണ് അവൻ്റെ ഷെയറും എൻ്റെ ഷെയറും കൂടി കൂട്ടി അപ്പോൾ 2 കോടി. മാറടാ. സോ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സോ സെറ്റ് ഗൈസ്. നമ്മളങ്ങനെ നമ്മൾ പോലീസിനെയും നോക്കി, അതേമാതിരി നമ്മളെ ലാമറിനെയും പൊട്ടിച്ച് ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഗൈസ്, പവർ ആക്കുക. സോ ഇനി ഇതുപോലത്തെ കിടലം വീഡിയോസ് വേണമെങ്കിൽ കൂടാണ്ട് പോരി ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ.